ഇതിങ്ങനെ. നമസ്കാരം സാർ. വരൂ കൃഷ്ണ. ഇന്നിതുകൊണ്ട് നമ്മൾ മറ്റൊരു പുതിയ ബന്ധം തുടങ്ങി. പക്ഷെ അച്ഛാ, മെഷീനുമായി എന്താണ് ബന്ധം? ആ മോളെ, കാരണം ഇത് വെറും ഒരു മെഷീൻ മാത്രമല്ല, ഇത് നമ്മുടെ വിശ്വാസം കൂടിയാണ്. അച്ഛാ, എന്തു പറ്റി മോളെ? അച്ഛാ, ഈ ബിൽഡിംഗ് നേരെ നിൽക്കുന്നില്ല. ഓ, എല്ലാ കെട്ടിടങ്ങൾക്കും ആദ്യം വേണ്ടത് ശക്തമായ അടിത്തറയാണ്. ദേ നോക്കൂ, ഇങ്ങനെ. സ്വപ്നമോളെ, എണിക്ക്. ഞാൻ മോക്കൊരു കാര്യം കാണിച്ചു തരാം. വാ. ഇത് നോക്കുമോളെ, ഇവിടെ വലിയൊരു കെട്ടിടത്തിന്റെ അടിത്തറ ഉണ്ടാക്കുകയാണ്. നമ്മുടെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ ഉറപ്പുള്ള അടിത്തറ ഉണ്ടാക്കുകയാണ്. അച്ഛാ, ഞാൻ വലുതായി ഇത്തരം വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കും. തീർച്ചയായും മോളെ. അമ്മേ, അച്ഛാ, എനിക്ക് രാജ്യത്തെ ഏറ്റവും നല്ല സിവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആഹാ, നമ്മുടെ മോൾ ഇനി എഞ്ചിനീയർ ആകും. ഇനി രാജ്യം കെട്ടിപ്പടുക്കും. ആഹാ. പക്ഷേ അച്ഛാ, പക്ഷെ എന്ത്? കോഴ്സ് വളരെ ചെലവേറിയതാണ്. മോൾ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ. എല്ലാം ശരിയാവും. ഇതാ രവിജി, ഇത് മെഷീന്റെ അഡ്വാൻസ് ആണ്. ബാക്കി തുക വൈകുന്നേരത്തേക്ക് റെഡിയോ. വളരെ വളരെ നന്ദി. താങ്കൾക്ക് വേണമെങ്കിൽ മെഷീൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം. ഇതാ സാറേ പുതിയ മെഷീന്റെ മാർജിൻ ചെക്ക്. ഇനി എന്റെ പുതിയ മെഷീന്റെ ഡെലിവറി എത്രയും പെട്ടെന്ന് ശരിയാവും. നന്ദി രവിജി, ഒട്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ പുതിയ എക്സ്കവേറ്റർ ഈ ആഴ്ച തന്നെ കിട്ടും. നന്ദി, വളരെ നന്ദി. മോളെ, എല്ലാം പാക്ക് ചെയ്തോളൂ. കാരണം മോടെ സ്വപ്നങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള സമയമായി. പക്ഷെ എങ്ങനെ? എന്ന് വെച്ചാൽ അതൊരു നീണ്ട ബന്ധത്തിന്റെ കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷവും ഒരു ടാറ്റ ഹിറ്റാച്ചി മെഷീന് വളരെ നല്ലൊരു വില ലഭിക്കുന്നു. അപ്പോ ഇനി നിന്റെ കാര്യങ്ങളെല്ലാം തയ്യാറാകുന്നു. പിന്നെ പുതിയൊരു മെഷീനും വരുന്നു. അച്ഛാ, ഇത് ബന്ധങ്ങളുടെ ഉറപ്പാണ് മോളെ. അതുകൊണ്ട് ചുമ്മാ മുന്നോട്ട് പോകും. വരൂ നമ്മുടെ എഞ്ചിനീയർ മാഡം. ഇതെന്താണ്? അച്ഛാ, എന്റെ ആദ്യത്തെ വലിയ പ്രോജക്റ്റ് ഇന്ന് തീർന്നു. എന്തായി കേൾക്കുന്നത്? ആ മതി. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ഈ യഥാർത്ഥ സുഹൃത്തുക്കളുടെ ഒപ്പം ഇത് ബന്ധങ്ങളുടെ ഉറപ്പാണ്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. വരൂ, രാജ്യം പടുത്തുയർത്താം. ടാറ്റ ഹിറ്റാച്ചി പുതിയൊരു ഇന്ത്യ സൃഷ്ടിക്കാം.